ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. സി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് ഇത് പിന്നെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ കുറച്ച് മുമ്പായിട്ട് എടുത്തു വെച്ചിരുന്നു. പിന്നെ എനിക്ക് ചില സാഹചര്യങ്ങൾ മൂലം അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണ് കിച്ചൺ വേസ്റ്റ്, കിച്ചണിൻ്റെ ഫുഡ് വേസ്റ്റ്. അതിനു വേണ്ടിയുള്ള ഒരു ഡിസ്പോസൽ യൂണിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് അയച്ചിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊരു 3-4 മാസം മുമ്പേ കുറച്ച് മുമ്പേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. എന്നിട്ട് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് 14 ഞങ്ങൾ വീട് കൂടിയിട്ട് ഒരു വർഷമാകുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വർഷത്തെ അനുഭവമാണ് ഞാനിതിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഫ്രിഡ്ജ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ബി സ്പോക്ക് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജായിരുന്നു. ഒരു വർഷത്തോളം തന്നെയായി ഇതും ഞങ്ങൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് ഇത് ഞങ്ങളുടെ വർക്കിംഗ് കിച്ചണാണ്. ഇത് ചെറിയൊരു സൈസിൽ വരുന്ന വർക്കിംഗ് കിച്ചണാണ്. ഈ കിച്ചണിൽ ഞങ്ങൾക്ക് ഒരു വിറകടുപ്പുണ്ട്. വിറകടുപ്പോട് കൂടിയ ഒരു കുഞ്ഞു മോഡുലാർ കിച്ചണാണിത്. എനിക്ക് ഈ അടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീടെടുക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇതിപ്പോൾ യൂസ് ചെയ്യോ, ആരും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിത് മാറ്റാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എനിക്ക് ഒറ്റൊരു അടുപ്പ് മതി എന്നുള്ളത് ഇതിലാണ് ചെറിയ ഒന്ന് ഉണ്ടാക്കിയത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നമ്മളിപ്പോൾ ബീഫ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് അടുപ്പ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അത് കത്തിക്കലും അതിൽ ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മാറ്റേണ്ട, എനിക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിലൊരു അടിപൊളി ബീഫ് പള്ളിക്കറി ഉണ്ടാക്കുകയായിരുന്നു. ആ പള്ളിക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഈ കിച്ചണ് കുറച്ച് സൗകര്യം കുറവാണ്, ചെറിയ സൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണയായി ഗ്യാസ് സ്റ്റൗ വെക്കാൻ വേണ്ടി ഞാൻ ഈ അടുപ്പിൻ്റെ മുകളിലായിരുന്നു വെച്ചിരുന്നത്. സാധാരണ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ കിച്ചൺ തന്നെ ആയതുകൊണ്ട് ഇവിടെയായിരുന്നു, ഈ അടുപ്പിന് മുകളിലായിട്ടാണ് ഞാൻ ഗ്യാസ് സ്റ്റൗ വെച്ചിരുന്നത്. ബോഷിൻ്റെ സ്റ്റൗ ആയിരുന്നു ഞാൻ വാങ്ങിയിരുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് മാറ്റിക്കൊണ്ടിരിക്കണം, ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ സിങ്കിൻ്റെ താഴെയായിട്ട് ഇവിടെയാണ് നമ്മൾ ഈ ഫ്രാങ്കിയുടെ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ പിന്ന് കൊടുക്കാനായിട്ട് നമുക്ക് എന്തായാലും അവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം. ഈ ഫ്രാങ്കിയുടെ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് ഞാൻ കണ്ണൂർ നിക്ഷാൻ എന്നായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു വർഷത്തോളമായി. ഇതിപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റീൽ ബട്ടണാണ്. ഈ ബട്ടൺ നമ്മൾ കൊടുത്തത് കിച്ചണിൻ്റെ തന്നെ ഫർണിച്ചർ ചെയ്യുന്ന സമയത്ത് ആ പ്ലൈവുഡ് പീസ് വെച്ചിട്ട് അതിലായിരുന്നു ഫിറ്റ് ചെയ്തത്. ഇത് നമുക്ക് ഓണും ഓഫും ആക്കി കൊണ്ടിരിക്കാം. ഇത് ഓണാക്കി വെച്ചിട്ട് തന്നെ പുറത്ത് നമുക്കിതിന് വേറെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇട്ടാൽ നമുക്കിത് ഓൺ ഓഫാക്കി ചെയ്യാൻ പറ്റും. കാരണം ഈ ഡോറ് പിന്നെ തുറന്നും അടച്ചും ഇരിക്കണ്ടല്ലോ. അപ്പോൾ സൈഡിൽ നിന്ന് തന്നെ നമുക്കത് ഓണാക്കാം. ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സിങ്കിൻ്റെ താഴെ ഇതുപോലെ ഒരു പോയിൻ്റ് കൊടുക്കണം ഇതിൻ്റെ പ്ലഗ് കൊടുക്കാനായിട്ട്. ഇങ്ങനെയാണ് ഇത് വരാം. സിങ്കിൻ്റെ താഴ്ഭാഗത്തെ ഹോളിനാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഫിറ്റ് ചെയ്ത് ഇത് ചെയ്യേണ്ടത്. ഈ കിച്ചൻ്റെ തട്ടെന്ന് പറയുന്നത് നമ്മൾ സ്ലാബ് വാർത്തിട്ട് തന്നെ ചെയ്ത കൗണ്ടർ ടോപ്പാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടൈലായിരുന്നു വെച്ചത്. ടൈല് 45 അടിച്ചിട്ടാണ് അങ്ങനെ ബോർഡർ കൊടുത്തത്. എന്നിട്ട് പിന്നെ കിച്ചൻ്റെ ഡോറ് ചെയ്യുന്ന സമയത്ത് അത് കടത്തി വെച്ച് ചെയ്യുമ്പോൾ ഉള്ളിലേക്കായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ കിച്ചൻ്റെ ഡോർ അടച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊരു മോഡുലാർ കിച്ചൺ ചെയ്ത പോലെ തന്നെ തോന്നും.
ഇങ്ങനെ സ്ലാബ് വാർത്തിട്ട് ചെയ്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും അതിൻ്റെ മേലിൽ കയറി നിന്നാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. കൂടുതൽ യൂസ് ചെയ്യുന്ന കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്ലാബ് വാർത്തതായിരുന്നു. ഇതിൻ്റെ പറഞ്ഞില്ല ഈ ബട്ടൺ യൂറോപ്യൻസിൻ്റെയൊക്കെ വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട്. ഈ ബട്ടൺ കൗണ്ടർ ടോപ്പിന് മുകളിൽ കൊടുത്തിട്ട് കാണാറുണ്ട്. നമ്മളങ്ങനെ കൊടുത്തില്ല, ഇത് സൈഡിലായിട്ട് ഉള്ളിൽ കൊടുക്കുകയാണ് ചെയ്തത്. ആ സൈഡിലുള്ള സ്വിച്ച് ഇട്ടാൽ തന്നെ നമുക്കിത് ഓണും ഓഫും ആക്കാം. ഉള്ളിലുള്ളത് ഓണാക്കി വെച്ചാൽ മതി. നമ്മൾ വീട്ടമ്മമാർക്ക് എന്നും തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ഈ കിച്ചൺ വേസ്റ്റ്. ഈ വേസ്റ്റ് നമ്മൾ ഇതിലിട്ടാൽ തന്നെ നമുക്ക് ഈ ടാപ്പ് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളിലൂടെ എല്ലാ വേസ്റ്റും നമുക്ക് താഴോട്ടേക്ക് ഒന്നിങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വേസ്റ്റ് അതിനോട് ആ വേസ്റ്റ് ഉള്ളിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ടാപ്പ് ഇങ്ങനെ തിരിച്ച് വെക്കണം. വെള്ളത്തോട് കൂടി തന്നെയാണ് അത് ഗ്രൈൻഡ് ചെയ്ത് അരഞ്ഞ് പിന്നെ പോകുന്നത്. ഇത് അരഞ്ഞ് പോയാൽ തന്നെ പിന്നെ നമുക്ക് ഈ സ്വിച്ചാണ് ഓണും ഓഫും ആക്കേണ്ടത്. അരഞ്ഞ് പോയാൽ തന്നെ ഇത് പോകുന്നത് പുറത്തേക്ക് നമ്മളിപ്പോൾ വേസ്റ്റ് വെള്ളം പോകാനൊക്കെ ടാങ്ക് ഉണ്ടാവുമല്ലോ, അതിലേക്ക് തന്നെ ഇത് പോയിക്കോളും. ടാങ്കിലേക്ക് തന്നെ ഞങ്ങൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് കിച്ചണിലാണോ ഇത് ഫിറ്റ് ചെയ്യുന്നത് അവിടുത്തെ സിങ്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹോള് റൗണ്ടുള്ള സിങ്ക് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇത് സ്ക്വയറായിട്ട് വരുന്നതുകൊണ്ട് വെള്ളം പോകുന്ന ഹോള് സ്ക്വയറായിട്ട് വരുന്ന സിങ്കും ഉണ്ടാകാറുണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും ഈ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. റൗണ്ട് ഉള്ളതിന് മാത്രമേ ഇത് കറക്റ്റ് ആവും. പിന്നെ റൗണ്ടിൽ തന്നെ വലിയ സൈസിൽ വരുന്ന റൗണ്ട് ഉണ്ടെങ്കിൽ അതിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ് ഇതുപോലെ വാങ്ങിയിട്ട് ആ ഹോള് സിങ്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെയാണ് മെഷീൻ കൊണ്ടുവരുന്നത്. വന്ന് നോക്കുമ്പോഴേക്കും ആ ഹോള് വലുതായതുകൊണ്ട് അവർക്ക് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അവർ വേറെ കിച്ചണിലേക്ക് ചെറിയ കുഴിയുള്ള അതിലേക്ക് തന്നെ ചെയ്യാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കിച്ചണാണോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പോൾ 2 കിച്ചണുണ്ട്, ഷോ കിച്ചണും പിന്നെ വർക്കിംഗ് കിച്ചണും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. 2, 3 ഒക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മീനും പിന്നെ ഇറച്ചിയും ഒക്കെ കഴുകുകയും പിന്നെ പച്ചക്കറിയും എല്ലാ പണിയും നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ആ സിങ്കിനായിരിക്കണം ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് വേസ്റ്റും ഇടാൻ പറ്റും. എല്ലാം നന്നായി ഗ്രൈൻഡ് ചെയ്ത് അരഞ്ഞ് ജ്യൂസ് പോലെ ആയിട്ടാണ് പോകുന്നത്. വെള്ളത്തിൻ്റെ കൂടെ തന്നെ ആകുമ്പോൾ അത് ജ്യൂസ് പോലെ ആയിട്ട് പോകും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ബീഫിൻ്റെയും ചിക്കൻ്റെയും ഞാൻ ഇടാറില്ല. കാരണം കുടുങ്ങിയാൽ തന്നെ നല്ല സൗണ്ടിൽ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് സാധനം പൊക്കിയിട്ട് അത് ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ മെഷീൻ കുറച്ച് താഴെയായിട്ടാണ്, ഗ്രൈൻഡർ കുറച്ച് താഴെയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ കൈയോട് ഇങ്ങനെ അമർത്തിയാലും കൈ തട്ടുകയൊന്നും ചെയ്യില്ല. കുറഞ്ഞ സ്ഥലങ്ങളിൽ വീടെടുക്കുന്നവർക്ക് നമുക്കിപ്പോൾ വേസ്റ്റ് കൊണ്ട് നമുക്ക് തലവേദനയായിരിക്കും. എപ്പോഴും ഫുഡ് വേസ്റ്റ് ആകുമ്പോൾ അറിയാമല്ലോ, എപ്പോഴും സ്മെല്ലായിരിക്കും. പിന്നെ മഴക്കാലത്തൊന്നും പിന്നെ പറയേ വേണ്ട. മഴക്കാലത്തൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ സാധനം. എനിക്ക് ഇപ്പോൾ 1 വർഷത്തോളമായില്ലേ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എല്ലാം നമുക്ക് ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും കളയാനായിട്ടൊന്നും ഇല്ല. എല്ലാം ഇതിൽ തന്നെ ഇടാൻ പറ്റും. പിന്നെ ഇതുപോലെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോൾ ആ സമയത്ത് തന്നെ മുറിച്ചതൊക്കെ നമുക്ക് സിങ്കിൽ തന്നെ ഇട്ട് അപ്പോൾ തന്നെ അത് കളയാം. അത് വേസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് അരച്ച് മാറ്റാൻ പറ്റും. അല്ലാതെ നമ്മൾ സാധാരണ സൈഡിലൊരു ബൗളോ എന്തെങ്കിലും പാത്രം വെച്ച് അതിലേക്ക് പിന്നെ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാ വീട്ടിലും കാണുന്നതാണ് സിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഫുൾ ടൈം പ്രാണിയും പിന്നെ ഈച്ചയൊക്കെ വന്ന് ഇറക്കും. അത് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ നമുക്ക് ആ പ്രശ്നം വരുന്നേ ഇല്ല. കിച്ചണും സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ കളയുന്നത് കൊണ്ട്, ആ സമയത്ത് തന്നെ കളയുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പ്രശ്നം വരാനില്ല. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ ഫുള്ള് എല്ലാ വീട്ടിലും ഇപ്പോൾ കമ്പോസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഫുഡ് വേസ്റ്റൊക്കെ ഇങ്ങനെ കളയുന്നത് കൊണ്ട് തന്നെ കുറച്ച് ജീവികൾ, നമ്മളെ പൂച്ച, കാക്ക ഇങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്നതൊക്കെ ആശ്രയിച്ച് കഴിയുന്നവരും നമ്മൾ വേസ്റ്റ് നിന്നൊക്കെ തിന്നുന്നവരും അങ്ങനെയൊക്കെ ആയിട്ട് അവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെ മറക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ കളയുമ്പോൾ ഈ ഫിഷൊക്കെ മുറിച്ചതാണെങ്കിൽ ഫിഷിൻ്റെ ഇറച്ചിയുടെ അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഞാനൊരു പാത്രത്തിലിട്ടിട്ട് പുറത്ത് പൂച്ചയ്ക്കും കാക്കയ്ക്കായിട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യുക. കാരണം എല്ലാ സാധനങ്ങളും ഞങ്ങളിങ്ങനെ വേസ്റ്റാക്കിയിട്ട് ഭൂമിൻ്റെ അടിയിലേക്ക് കളയുമ്പോൾ അവർക്കൊന്നും തിന്നാൻ കിട്ടാതെയാവും. പിന്നെ അത് മഴക്കാലത്തായപ്പോഴും വെള്ളം കൂടുതൽ, ഇപ്രാവശ്യമൊക്കെ ഭയങ്കര മഴയായിരുന്നല്ലോ. അപ്പോൾ വെള്ളം കെട്ടിയിരിക്കുന്ന സമയത്തൊക്കെ പിന്നെ ഈ പൂച്ചയും കാക്കയൊക്കെ കാണാൻ ഇങ്ങനെ, പൂച്ചയൊക്കെ കാണാൻ ഇങ്ങനെ കിടങ്ങിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ എല്ലാ സാധനങ്ങളും ഫുഡിൻ്റെ മീൻ ഇതൊക്കെ മുറിച്ചത് എല്ലാം ഒരു ബൗളിലിട്ടിട്ട് അവർക്ക് പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്തതിനാൽ അവരത് അവിടെ നിന്ന് തിന്നിട്ട് പോകും. അങ്ങനെ പിന്നെ എല്ലാ വേസ്റ്റും ഇങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് കളയുന്നത് നല്ലത്. ഇങ്ങനെ അവർക്ക് അവകാശപ്പെട്ടത് അവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ പിന്നെ അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ വീഡിയോക്കായിട്ടാണ്
ഫിഷൊക്കെ ഇതിലിങ്ങനെ ഇടാൻ പറ്റുന്നതൊക്കെ കാണിക്കുന്നത്. സാധാരണ ഫിഷിൻ്റെതൊക്കെ ഞാനിങ്ങനെ പിന്നെ പുറത്ത് ഇങ്ങനെ വന്ന് കഴിക്കുന്ന പൂച്ചക്കും കാക്കക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യാറ്. ഈ ഫുഡ് വേസ്റ്റൊക്കെ അരിഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോകുന്നത് പുറത്തേക്ക് ഒരു ടാങ്കിലേക്കാണ്. നമ്മളിപ്പോൾ സ്ലാബ് വാർത്തിട്ടിടുന്ന ടാങ്ക് ഉണ്ടല്ലോ, അങ്ങനെ ടാങ്ക് ഇട്ടിട്ട് അതിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ഇത് പണിയെടുക്കുന്ന സമയത്ത് തന്നെ പ്ലംബറോട് പറഞ്ഞു, എനിക്ക് ആവശ്യത്തിന് ഇത് കമ്പോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇത് എനിക്ക് ആവശ്യത്തിന് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന വിധം പിന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞിരുന്നു. പൊതുവേ ഞാൻ ഈ ചെടികളും മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്കിങ്ങനെ ഇതൊക്കെ വെച്ചുണ്ടാക്കലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വീട് കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓരോന്നായിട്ട് വെച്ചുണ്ടാക്കാൻ തുടങ്ങി. പപ്പായ, പിന്നെ ഇതുപോലെ ഈ ചീര, അങ്ങനെ കുറേ സാധനങ്ങൾ, മുളക്, വാഴ, പേരക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മിറാക്കിൾ ഫ്രൂട്ട്, ചാമ്പക്ക, മാവ്, അതുപോലെ കുറച്ച് ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളം പിന്നെ കമ്പോസ്റ്റായിട്ട് പോകുന്ന വെള്ളം പുറത്തേക്ക് എടുത്താൽ തന്നെ അതൊരു ബക്കറ്റിലേക്ക് പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് പുളിപ്പിക്കാൻ വെക്കാം. അങ്ങനെ പുളിപ്പിച്ച് വെച്ചാൽ തന്നെ 1-2 ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ വെച്ച മരങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ജൈവ വളമാണത്. ഈ ഡിസ്പോസൽ യൂണിറ്റ് ഫ്രാങ്കയുടേത് TE125 എന്ന് പറയുന്ന മോഡലായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. ഞാൻ പോയ സമയത്ത് ഇതായിരുന്നു അവിടെ ഏറ്റവും വലിയ സൈസ് ഉണ്ടായിരുന്നത്. കുറേ സൈസിൽ അത് കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് 23,500 ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ഇത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് അവരെനിക്ക് ഡെലിവറി ചെയ്തത്. ഓഗസ്റ്റ് 14-ന് 2023 ഓഗസ്റ്റ് 14-നായിരുന്നു ഞങ്ങൾ വീട് കൂടിയത്. അതേ പറഞ്ഞത്, ഒരു വർഷം കഴിഞ്ഞു ഞങ്ങളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ആക്കിയത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ അരച്ച വെള്ളം പുറത്തേക്ക് എടുക്കുന്നത്. ആ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ലിക്വിഡൊന്നും യൂസ് ചെയ്യാത്ത വെള്ളമായിരിക്കണം. ലിക്വിഡ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ലിക്വിഡും വെള്ളമൊക്കെ പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ വളമാക്കിയിട്ട് പിന്നെ ഇപ്പോൾ നമുക്ക് ചെടിക്കൊക്കെ വളം ചെയ്യേണ്ട സമയമാകുമ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഒരു പാത്രത്തിലേക്ക്, പഴയ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് തട്ടി വെച്ചിട്ട് ഒന്നിച്ച് അരക്കാനിടുക. അപ്പോൾ പുറത്ത് ടാപ്പിൽ പഴയ ബക്കറ്റ് വെച്ച് കൊടുത്തിട്ട് ആ വെള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സിങ്കിൽ നിന്ന് ഇത് അരഞ്ഞുകൊണ്ട് വെള്ളത്തോടുകൂടി പോകുമല്ലോ. ആ സമയത്ത് ലിക്വിഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പാത്രം കഴുകിയ വെള്ളം അതൊന്നും അതിലേക്ക് പോകാൻ പാടില്ല. പുറത്തേക്ക് നമ്മൾ ബക്കറ്റിലേക്ക് എടുക്കുന്നതല്ലേ. അപ്പോൾ ഫുഡ് വേസ്റ്റ് ആ സമയത്ത് മാത്രം നമ്മൾ വളം ചെയ്യേണ്ട സമയത്ത് ഫുഡ് വേസ്റ്റ് ഒന്ന് പിന്നെ കുറച്ചധികം ഒരു ദിവസത്തെ ഫുഡ് വേസ്റ്റ് ആയാലും മതി, അതൊന്നാക്കി വെച്ചിട്ട് ഒരു വൈകുന്നേരം ഫുള്ളായിട്ട് അരച്ച് ബക്കറ്റിലേക്ക് പിടിച്ച് വെച്ചിട്ട് അടച്ച് വെക്കുക. ഒരു ശർക്കര പീസോ തൈരോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി പൊളിക്കും. ശർക്കര ചേർത്തിനാൽ ശർക്കര പീസാണ് ഇടാറ്. അപ്പോൾ അത് നന്നായിട്ട് 2 ദിവസം കഴിയുമ്പോൾ പൊളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് വളമായിട്ട് ചേർക്കാം. ഇതാണ് എൻ്റെ അടുപ്പ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പുകയില്ലാത്ത അടുപ്പ്. ഇത് എനിക്ക് ഒറ്റ അടുപ്പ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. സാധാരണയായിട്ട് ഇതിൻ്റെ കൂടെ ചൂടുവെള്ളം വെക്കാനായിട്ട് ഒന്നുകൂടെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഒറ്റൊന്നും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിച്ചതായിരുന്നു. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കൗണ്ടർ ടോപ്പ് പോലെ തന്നെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് ഒരു അടിപൊളി ബീഫ് പള്ളിക്കറിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ 3 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. 3 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 കിലോയോളം ഉള്ളിയും 1 കിലോയിന് തക്കാളിയുമുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉള്ളി എത്ര ആവശ്യം, കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, കുറക്കണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഓരോ ഫുഡിൻ്റെയും പണി എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വേസ്റ്റ് അപ്പോൾ തന്നെ നമുക്കിങ്ങനെ സിങ്കിൽ നിന്ന് ഇതുപോലെ ഡിസ്പോസൽ യൂണിറ്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ കളയാൻ പറ്റും. ഇങ്ങനെ ഞാൻ അപ്പോൾ തന്നെ കളയലാണ്. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഈ വേസ്റ്റ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ ഈ അടുപ്പിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അടുപ്പ് കത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആകെ എൻ്റെ ചെറിയ മക്കളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരും ആകെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കുറേ വർഷം ഞങ്ങൾ ദുബായിലായിരുന്നു. എനിക്ക് പണ്ടേ ഈ അടുപ്പിലുണ്ടാക്കിയ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദുബായിലായ സമയത്ത് തന്നെ ഉമ്മ അടുപ്പിലുണ്ടാക്കുന്ന ഇറച്ചിക്കറിയൊക്കെ ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നാറുണ്ട്. നന്നായി മിസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം കറി തന്നെ ഉണ്ടാക്കാം. ഒരു 3 കിലോ ബീഫ് എടുത്തിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ പള്ളിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ 3 കിലോ ബീഫാണ് എടുത്തത്. 1 കിലോയോളം ഉള്ളിയുണ്ട്, 1 കിലോ തന്നെ തക്കാളിയുണ്ട്.
ഉള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടുതൽ ഉള്ളി ആകുമ്പോൾ ഒരു മധുരം ടേസ്റ്റ് ഇറങ്ങും. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ചില ഉള്ളി വലിയ ഉള്ളിയൊക്കെ ആകുമ്പോൾ മധുരമായിരിക്കും. അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിനൊന്ന് തീ പറ്റിക്കണം. ഈ ഗ്രാനൈറ്റ് പീസ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അടപ്പ്. അപ്പോൾ അതൊന്ന് വലിച്ചിട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചകിരി ഉണ്ടല്ലോ, തേങ്ങയുടെ, അതും ചെറിയ പീസ് വിറക് കഷ്ണങ്ങളും എടുത്ത് വെച്ച് ഇനി ഇതിലേക്ക് ഒരു പേപ്പറിൽ മണ്ണെണ്ണ ഒഴിച്ച്, മണ്ണെണ്ണ സ്പ്രേ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇട്ടത്, പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി. അപ്പോൾ തീ ഇങ്ങനെ പുറത്തേക്കൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നന്നായി കത്തുമ്പോൾ പിന്നെ എനിക്കത് ഉരുളി എടുത്ത് വെച്ച് കൊടുക്കാൻ പേടിയായി. ഞാൻ കുറച്ചായിട്ട് ചെറുതായിട്ട് കൈക്ക് തീ തട്ടുന്ന പോലെയുള്ളത് കൊണ്ടൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്ത് ഏകദേശം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തീ പുറത്തേക്ക് വരുന്നപ്പോൾ എനിക്ക് ആകെ സംശയം, ഇതെന്ത് ഈ അടുപ്പൊന്ന് ഇങ്ങനെ പുറത്ത് വരുന്നത് എന്ന് തോന്നിയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത് ഫസ്റ്റ് ഇട്ടപാടുള്ള തീ മണ്ണെണ്ണ സ്പ്രേ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അടി കട്ടിയുള്ള ഇഞ്ചാലയത്തിൻ്റെ ഉരുളയായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗ്രാമ്പൂ, കറുവാപ്പട്ട, പിന്നെ ഏലക്ക, ജീരകം, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ ഉള്ളി അതിലിട്ട് കൊടുത്തിട്ട് വഴറ്റാൻ തുടങ്ങി. അപ്പോൾ തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കത്തിത്തിരുന്നതിനനുസരിച്ച് അത് ഉള്ളിലേക്ക് ഇങ്ങനെ താഴ്ന്ന് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചിലപ്പോൾ വിറകുന്നത് പുറത്തേക്കൊക്കെ, അടുപ്പിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നത് കാണാം. ഇത് പിന്നെ താഴ്ചയായിരുന്നു, ഉൾഭാഗത്ത് താഴ്ച പോലുള്ള നല്ലൊരു അടുപ്പായിരുന്നു. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, ഒരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല. അങ്ങനെ അതിലേക്ക് ആ ഉരുളി ചൂടായി ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് തന്നെ പച്ചമസാല ഒക്കെ ഇട്ട് കൊടുത്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായി കത്താൻ തുടങ്ങി. പിന്നെ നന്നായി ഉള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ടായിരുന്നു. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയും മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇളക്കിയതിന് ശേഷം പിന്നെ ബീഫ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ 3 കിലോ ബീഫിന് എത്രയാണോ മുളക് പൊടി വേണ്ടത് അത്ര അളവിൽ നിങ്ങൾ ചേർക്കരുത്. കാരണം ഇത് നമുക്ക് പിന്നീട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് ചേർക്കാനുണ്ട്. മുളക് പൊടി ഫസ്റ്റ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ കണ്ണൂരുകാരുടെ മുളക് പൊടി സാധാരണയായിട്ട് പൊടിക്കുന്നത് മുളകും മല്ലിയും മഞ്ഞളും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ എൻ്റേത് അങ്ങനെ മിക്സ് ചെയ്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 കപ്പ് 2 കപ്പോളം പിന്നെ മുളക് പൊടിയാണ് ആദ്യം ഇതിൽ ചേർത്തിട്ടാണ്. പിന്നെ നമ്മളത് അടച്ച് വെക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ചേർത്തിരുന്നു. ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. ബാക്കി നമ്മൾ അടച്ച് വെക്കുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് വെന്ത് വരുമല്ലോ. സാധാരണ നിങ്ങൾ മല്ലിയും മുളകും മഞ്ഞളും വേറെ വേറെയാണ് പൊടിച്ച് വെക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ 3 കിലോ ബീഫ് സാധാരണ നിങ്ങൾ കറി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള മുളക് ആദ്യമേ ചേർക്കാൻ പാടില്ല. മുളക് പൊടി കുറച്ച് മതി, ഒരു 1.5 കപ്പോ അങ്ങനെ ആയിട്ടും ചേർത്താൽ മതി. കാരണം ഇതിന് ലാസ്റ്റ് നമ്മളൊരു മസാല ഉണ്ടാക്കിയിട്ട് അത് ചേർക്കും. അപ്പോഴാണ് നമുക്ക് ആ പള്ളിക്കറിയുടെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇത് അടുപ്പിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് ബീഫ് ആകുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ, എന്തായാലും വെന്ത് വരാൻ സമയമെടുക്കും. ആദ്യം ഞാൻ ആ അടുപ്പിൻ്റെ റിങ് മാറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി അടുപ്പിൽ നിന്ന് ആ ഉരുളിയിൽ ചൂട് തട്ടുന്നത് നടുഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരികയായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഞാൻ ഉരുളി നീക്കിയിട്ട് ആ റിങ് എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം പിന്നെ മൊത്തത്തിലായിട്ട് തിളക്കാൻ തുടങ്ങി. അപ്പോൾ ഫുള്ളായിട്ട് തിളച്ച് ഒരുപോലെ വെന്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഇളക്കി അടച്ച് വെച്ച് കൊടുത്തു. ഇടയിലൊക്കെ ആയിട്ട് തീ കുറയുമ്പോൾ ചകിരി ഇട്ട് കൊടുത്തു. അങ്ങനെയായിട്ട് കുറച്ച് സമയം എടുത്തു ഈ ബീഫൊക്കെ വെന്ത് വരാൻ വേണ്ടി.
പിന്നെ അത് വറ്റി വരുന്നുണ്ടായിരുന്നു, കുറുകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കറി ഏകദേശം സെറ്റാവാനായിട്ടുണ്ടായിരുന്നു നമ്മളെ കറി. പിന്നെ ഇടയിൽ ബീഫ് തൊട്ടുന്നുള്ളിൽ നോക്കും, പക്ഷെ വെന്തിട്ടില്ല എങ്കിൽ പിന്നെയും കത്തിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആക്കിയത്. കാരണം ഇത് ക്വാണ്ടിറ്റി കൂടുതൽ 3 കിലോ ബീഫായില്ലേ, അപ്പോൾ അതിനനുസരിച്ച് അത്ര തന്നെ ടൈം എടുത്തിരുന്നു എല്ലാം വെന്ത് വരാൻ. ഈ അടുപ്പിൽ ബീഫ് കറി വെക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. പിന്നെ ഈ കറി ഫസ്റ്റിന് ഈ നേരെ ലൂസായിട്ടുള്ള കറിയായ സമയത്ത് തന്നെ അത് വായിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ വീട് മൊത്തത്തിൽ അടുപ്പിലുള്ള കറി ആയതുകൊണ്ട് വീട് മൊത്തത്തിൽ ഈ കറിയുടെ ഫ്ലേവർ ആ മണവും തന്നെയായിരുന്നു. നല്ല ടേസ്റ്റും നല്ല മണവും ആയിരുന്നു കറിക്ക്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ നമുക്ക് തോന്നിയിരുന്നു. വീടൊട്ടാകെ മണക്കായിരുന്നു അടുപ്പിൽ വെച്ച കറി ആയതുകൊണ്ട് തന്നെ. കറി ബീഫൊക്കെ വെന്ത് ഏകദേശം ഈ പാകത്തിൽ കുറുകി വന്നു. ഈ പാകത്തിലായപ്പോൾ ഇനിയാണ് നമ്മൾക്ക് ഇതിന് വേണ്ട ഒരു മസാല ഉണ്ടാക്കേണ്ടത്. ആ മസാല പൊടിയാണ് ശരിക്കും നമുക്ക് പള്ളിക്കറിയുടെ ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ആ മസാല ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 കപ്പ് മല്ലി, ഒരു പാത്രം ചൂടാക്കിയിട്ട് 1 കപ്പ് മല്ലി ഇളം ചൂടാക്കിയിട്ടാണ് എടുക്കേണ്ടത്. തീ കൂട്ടാനേ പാടില്ല. കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ മാറും. അതിലേക്ക് 45ഓളം പിരിയൻ മുളകില്ലേ അതിട്ടിട്ടുണ്ട്. 45 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ജീരകവും അത് 2.5 ടേബിൾ സ്പൂൺ വീതം എടുത്തു. ചെറിയ ജീരകവും പെരുംജീരകവും അത് 2.5 ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കി എടുക്കണം. ശ്രദ്ധിക്കേണ്ടത് തീ കൂടാനേ പാടില്ല. തീ കൂടിയിട്ട് ചെറിയൊരു കരിവോ എന്തെങ്കിലും കരിഞ്ഞ് പോയത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മസാലപ്പൊടിയുടെ ഫ്ലേവർ മൊത്തത്തിൽ മാറും. ഇളം ചൂടിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. ചൂടാക്കിയതിന് ശേഷം ഇത് ഗ്രൈൻഡറിലിട്ടിട്ട് പിന്നെ നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്താൽ തന്നെ ഇത് നമുക്കിപ്പം കുറച്ച് അധികം ആണ് ഉണ്ടാവുക പൊടി. നമുക്ക് ഇത്ര കറിക്ക് ആവശ്യം വരില്ല. ബാക്കി വരുന്ന മസാലപ്പൊടി നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ പിന്നീട് കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇതുപോലെ ഗ്രൈൻഡറിലിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് എന്തായാലും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ കുറച്ച് മാസങ്ങളോളം നിൽക്കും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലേവർ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഫ്രിഡ്ജിലാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ നമ്മളിനി ഗ്യാസ് സ്റ്റൗവിൽ കറി വെച്ചാൽ തന്നെ കുക്കറിലുള്ള കറിയാണെങ്കിൽ തന്നെ കുക്കർ തുറന്നതിന് ശേഷം ഈ പറയും പോലെ ഇതുപോലെ ഇങ്ങനെ ലാസ്റ്റ് കറിയിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കറി വെന്ത് വന്നതിന് ശേഷം ഇത് 2-3 വലിയ ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ കറിക്ക് കുറച്ച് ഗ്രേവി പോലെയുള്ള കറിയായിരുന്നു എനിക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാകത്തിൽ എടുത്തിട്ട് മുളക് പൊടി അത് ചേർത്ത് കൊടുത്തത്. ഈ മസാല ചേർത്തപ്പം പിന്നെ കറി ഒന്നുകൂടെ കട്ടിയാകും. അപ്പോൾ കട്ടിയായതിന് പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചു. പിന്നെ ഇത് നമ്മളിപ്പോൾ ഗൾഫിലേക്കൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉരുളിയിൽ വറ്റിച്ചെടുക്കാം. വറ്റിച്ച് ഇളക്കി ചെറിയ ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉള്ളി കുറച്ച് കുറക്കണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്നൊരു പുളിരസമൊക്കെ വരും. കുറച്ച് ഫ്രീസറിലൊക്കെ വെച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഉള്ളി കുറച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ മസാല ചേർക്കുമ്പോൾ തന്നെ നല്ല ഒരു പള്ളിക്കറിയുടെ മണം വന്നു. പിന്നെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കറി ഇറക്കി വെക്കാം. അങ്ങനെ കറി ഇത് മൊത്തത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി നമുക്കൊന്ന് അടുപ്പൊന്ന് മാറ്റി കൊടുത്ത് കറി ആയിട്ടുണ്ട്. ഈ പാകത്തിലാണ് ഇപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയെടുത്തത്. കാരണം നമുക്ക് കുറച്ച് ഗ്രേവി പോലെ വേണമായിരുന്നു. ഇതെങ്ങനെയാണ് ആക്കിയത് കറി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല കട്ടിയുള്ള കറിയാണ്. ഇതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് ശരിക്കും പള്ളിക്കറിയുടെ അതേ ഫ്ലേവറിൽ കിട്ടുന്നത്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഫീലിംഗ് തന്നെ കിട്ടും. പള്ളിക്കറിയുടെ അതേ ആ ടേസ്റ്റും അതേ ആ മണവും ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടും. ഇത് നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിനെ കുക്കറിൽ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യാം. നിങ്ങൾ ബീഫ് കറി വെക്കുമ്പോൾ സാധാരണ ഇടുന്ന മുളക് പൊടിയിൽ നിന്ന് കുറക്കുക. ഇതുപോലെ മസാലപ്പൊടി വേറെ സെപ്പറേറ്റ് കറി ആയതിന് ശേഷം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ കറി കുറുകി വരും.
ഇതേപോലെ ചേർത്ത് മല്ലിയില ഇതൊക്കെ ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർത്താൽ മതി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രിഡ്ജ്. ഇത് ഞങ്ങൾ ഒരു വർഷമായി യൂസ് ചെയ്യുന്നു. ഇത് സാംസങ്ങിൻ്റെ ബീസ്പോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, നല്ല ഫ്രിഡ്ജായിരുന്നു. ഞങ്ങളിത് സെലക്ട് ചെയ്യാൻ പോയ സമയത്ത് വൈറ്റും ബ്ലാക്കും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറ് അങ്ങനെയായിരുന്നു, 3 കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. ബ്ലാക്ക് പിന്നെ വാങ്ങാതിരുന്നു വെച്ചാൽ നമ്മൾ കൈയോട് ഇതിൻ്റെ പുറത്ത് ടഫൻ്റെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് അതിലിങ്ങനെ അടയാളം കാണും. വൈറ്റിന് ആ പ്രശ്നം വരുന്നില്ല. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലുള്ള ഫ്രിഡ്ജ് ബ്ലാക്കാണ്. അപ്പോൾ അതിന് പറഞ്ഞാൽ ഫുൾ ടൈം നമുക്കത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കൈ ഇങ്ങനെ കുട്ടികളൊക്കെ തൊട്ടാലും തുറന്നാലൊക്കെ ഭയങ്കരമായിട്ട് ബ്ലാക്കിന് അങ്ങനെ അടയാളം കാണും. ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല. എപ്പം ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ട് എൻ്റെ പുറഭാഗം നല്ല നീറ്റായിട്ട് കിടക്കും. ഈ മോഡൽ ഇറങ്ങിയ സമയത്ത് അപ്പോൾ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഇതിന് 1,07,000 അങ്ങനെയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. ഇതും കണ്ണൂർ നിക്ഷാനിൽ നിന്നായിരുന്നു ഞങ്ങൾ വാങ്ങിയിരുന്നത്. ഈ ഫ്രിഡ്ജിൻ്റെ പുറത്തൊന്നും ഇതിൻ്റെ ബ്രാൻഡ് നെയിം അവർ കൊടുത്തിട്ടില്ല. ഉള്ളിൽ ഇതുപോലെയാണുള്ളത്. വേറെ പുറത്ത് അതിൻ്റെ ബ്രാൻഡൊന്നും കൊടുക്കാത്തപ്പോൾ തന്നെ ഇവിടെ വന്നവരൊക്കെ ഫ്രിഡ്ജ് ചെയ്ത ബ്രാൻഡൊന്നും പുറത്ത് നോക്കുന്നത് കാണാം. പക്ഷേ അത് ഉള്ളിൽ ഈ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഡബിൾ ഡോർ സാധാ ഫ്രിഡ്ജിൻ്റെ വലിയ സൈസായിട്ട് വാങ്ങാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ തോന്നി നമുക്ക് ഫ്രീസർ കൂടുതലായിട്ട് വേണം. പിന്നെ അതുപോലെ തന്നെ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുണ്ടാവും. അങ്ങനെ ഫ്രീസർ എനിക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇങ്ങനെ തീരുമാനിച്ചു. ഇത് ഒരു സൈഡ് മൊത്തമായിട്ട് ഫ്രീസറും ഒരു സൈഡ് സാധാ ഫ്രിഡ്ജായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഫ്രീസർ നമുക്ക് കൺവേർട്ട് ചെയ്ത് സാധാ പോലെ ഫ്രിഡ്ജിൽ സാധാ യൂസ് ചെയ്യുന്ന പോലെ നോർമൽ തണുപ്പായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഫ്രീസറിലുള്ള ഐസ് ട്രേ നമുക്ക് മൂവബിളാണ്. ഇത് പുറത്ത് മാറ്റി വെക്കാൻ പറ്റും. സാധാരണയായിട്ട് ഫ്രിഡ്ജിൽ അതിങ്ങനെ ഒരു കണക്ട് ചെയ്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത പോലെയല്ലേ ഉണ്ടാവുക. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് അതും നമുക്ക് സാധാ പിന്നെ റാക്കും അങ്ങനെ യൂസ് ചെയ്യാം. ടഫൻ്റെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറഭാഗം എപ്പോഴും നല്ല നീറ്റായിരിക്കും. വൈറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ തൊട്ട് കഴിഞ്ഞാലൊന്നും ആ കൈയുടെ അടയാളങ്ങളോ അതൊന്നും കാണില്ല. പിന്നെ ഇതിന് സെപ്പറേറ്റായിട്ട് ഹാൻഡിൽ അങ്ങനെയില്ല. സാധാരണ നമ്മൾ കാണാറുണ്ട് ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലിൻ്റെ സൈഡൊക്കെ മൊത്തമായിട്ട് ഇങ്ങനെ ഒരു പെയിൻ്റൊക്കെ പോയതുപോലെയായിട്ട് കാണും. ഇതിനിപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഇടയിലൂടെ ഇങ്ങനെ തുറക്കുന്നതായതുകൊണ്ട് തന്നെ ഹാൻഡിലൊന്നും ഇല്ലാതെ ഇതൊരു നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡിസൈൻ അങ്ങനെയാണുള്ളത്. ഇപ്പം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ ബോക്സിലായിട്ട് വെച്ചാൽ ഈസിയാണ്. ഞാൻ പാലൊക്കെ ഇതുപോലെ ബോട്ടിലിൽ ഒഴിച്ചാണ് വെക്കാറ്. പിന്നെ ഈ ട്രയൽ കാണുന്ന ആ ബോക്സൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന കണ്ടെയ്നേഴ്സിന് ഇഷ്ടം പോലെ സൈസിലും മോഡലിലും ഷേപ്പിലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഫ്രിഡ്ജ് നമ്മൾ വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് പണി ഒരുപാട് എളുപ്പം പോലെ തോന്നും. ഫിഷ് മീറ്റൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കി കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെക്കാം. അതുപോലെ തേങ്ങ ചിരകിയതും ഞാൻ ഫ്രീസറിൽ തന്നെയാണ് വെക്കാറ്. ഒന്നിച്ച് ഒരു 10 തേങ്ങയൊക്കെ ചിരണ്ടി വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല എളുപ്പമായിരിക്കും. അതുപോലെ പെട്ടെന്ന് പുറത്ത് വെച്ചാൽ ചീത്തയായി പോകുന്ന എന്തെങ്കിലും പൊടികൾ, മസാലപ്പൊടികൾ, പിന്നെ കടലമാവ് അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അധികം വരുന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാറ്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഈ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ഞാൻ നട്ടുണ്ടാക്കിയ ചെടികളാണ് കേട്ടോ. ഓരോന്നും കിച്ചൺ ഭാഗത്തായിട്ട് പപ്പായ മരം, ചീര, പച്ചമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് റെഡ് ലേഡി പപ്പായയാണ്. പിന്നെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ ഈ ചാമ്പക്ക, മിറാക്കിൾ ഫ്രൂട്ട്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിരുന്നു. മാങ്ങ, പിന്നെ ചക്ക, വിയറ്റ്നാം സൂപ്പർ ഇലയായിരുന്നു ആ പ്ലാവ്, പിന്നെ ലെമൺ, സീഡ്ലെസ് ലെമൺ, പേരക്ക ഇതൊക്കെ ഞാൻ വെച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ വെക്കുന്നതും വളർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇത് ലിജം ഡിസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇത് ഷോർട്സിൽ ആരോ എന്നോട് ചോദിച്ചിരുന്നു ഈ ചെടിയുടെ പേരെന്താണെന്നൊക്കെ.
എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ ആയി ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ എല്ലാ ഓരോന്നിൻ്റെയും വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.